ഹായ് മക്കളെ, JEE മെയിൻ എക്സാമിനേഷന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമായിരുന്നു. അതിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു NTA അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ JEE മെയിൻ എക്സാമിനേഷന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ കാർഡിലെ പേരും അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലും തമ്മിലുള്ള ഒരു മിസ്മാച്ച്. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെയുള്ള മിസ്മാച്ച് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ആധാർ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുകയും അത് നമ്മളെ UIDAയിൽ നിന്നും റിട്രീവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സായിരുന്നു ബേസിക്കലി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരുപാട് കുട്ടികൾ ഈ പറയുന്ന പോലെ കൺഫ്യൂഷൻസ് NTAക്ക് റിപ്പോർട്ട് ചെയ്ത സമയത്ത് NTA ഗ്രീവാൻസ് അഡ്രസ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട അഡ്വൈസറി പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അഡ്വൈസറി ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് ആധാർ കാർഡ് നെയിം മിസ്മാച്ച് വൈൽ ഫില്ലിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ മെയിൻ 2025. 2025 ഫസ്റ്റ് സെഷൻ JEE മെയിൻ എക്സാമിനേഷനുള്ള അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആധാറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ മിസ്മാച്ച് ഉണ്ടായിട്ട് പല ആളുകളും സ്റ്റക്ക് ആയി നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് പ്രകാരം എന്താണ് NTAക്ക് ഈ പറഞ്ഞ സ്വഭാവത്തിൽ ആധാർ കാർഡ് ഒതന്റിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പല ആളുകളെ സംബന്ധിച്ചിടത്തോളം മിസ്മാച്ച് കൊണ്ട് ആധാർ കാർഡ് ഒതന്റിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് ഒക്കെ. അതുകൊണ്ട് ടു സ്ട്രീംലൈൻ the process for JEE Main 2025, NTA has made a slight modification in the online application form to assess the candidate to complete their ചെറിയൊരു മാറ്റം NTA വരുത്തിയിട്ടുണ്ട്. എന്താണ് മാറ്റം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. The following steps are to be taken എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയുന്നത്. If a candidate receive the following message after selecting the confirm name as per Aadhar, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരികയാണ്. അതായത് ഈ ഒരു പൊസിഷനിൽ നെയിം മിസ്മാച്ച് ഡ്യൂറിംഗ് ആധാർ ഒതന്റിക്കേഷൻ ടു അപ്ഡേറ്റ് യുവർ നെയിം ഇൻ ആധാർ കാർഡ് പ്ലീസ് വിസിറ്റ് യുവർ നിയറസ്റ്റ് ആധാർ സേവാ കേന്ദ്ര. അതായത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് വരികയാണ്, നെയിം മിസ്മാച്ച് ആയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അടുത്തുള്ള ആധാർ സേവന കേന്ദ്രത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരികയാണ്. ടു പ്രൊസീഡ് വിത്ത് ആധാർ പ്ലീസ് എൻ്റർ യുവർ നെയിം ആൻഡ് ഗിവൺ. ഇങ്ങനെ വരികയാണെങ്കിൽ ഓൺ ക്ലോസിംഗ് ദ അബവ് മെസ്സേജ് പോപ്പപ്പ്, അതായത് ഇവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം, ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? A new window will appear on the screen to proceed with Aadhar authentication. In this step, candidate must enter their name exactly as it appears on their Aadhar card. അതായത് കാൻഡിഡേറ്റിന് എന്താണ് നിങ്ങളുടെ ആധാർ കാർഡിൽ വരുന്ന പേര് എന്നുള്ളത് കൃത്യമായിട്ട് എക്സാക്ട്ലി അവിടെ അപ്ലോഡ് ചെയ്യുക, അതായത് എന്താണെന്നുള്ളത് കൊടുക്കുക എന്നുള്ളതാണ്. ബോത്ത് ദ നെയിം ഓൺ ദി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് ആൻഡ് ആധാർ കാർഡ് വിൽ ബി ക്യാപ്ചർഡ് ഡ്യൂറിംഗ് ദിസ് പ്രോസസ് അലോയിങ് ദ കാൻഡിഡേറ്റ് ടു കണ്ടിന്യൂ വിത്ത് ദ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതാണ് കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു അത്. NTAക്ക് റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് അത്. ആധാർ കാർഡ് ഒതന്റിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അത്. മറ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതിനെ പരിഹരിക്കാനുള്ള ഉദ്ദേശത്തിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇങ്ങനെ ഒരു അപ്ഡേറ്റ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ തരിക എന്നുള്ളതായിരുന്നു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ JEE മെയിൻ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻ വളരെ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ബാച്ച് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.